തെക്കൻ കേരളത്തിലെ LDF കോട്ടയാണ് ആറ്റിങ്ങൽ മണ്ഡലം. 18 വർഷമായി CPIM MP മാത്രം പ്രതിനിധാനം ചെയ്യുന്ന മണ്ഡലമാണ്. സിറ്റിംഗ് MP ഡോക്ടർ A സമ്പത്തിനെ താഴെ ഇറക്കാൻ കോൺഗ്രസ് രംഗത്തിറക്കിയിരിക്കുന്നത് സിറ്റിംഗ് MLA ആയ അടൂർ പ്രകാശിനെയാണ്. BJPയുടെ പ്രതീക്ഷകൾ തീപ്പൊരി നേതാവ് ശോഭാ സുരേന്ദ്രനിലും. പുലിമട ആറ്റിങ്ങൽ. എല്ലാ തിരഞ്ഞെടുപ്പുകളിലും നേരത്തെ തന്നെയുള്ള കണക്കുകൂട്ടലുകളിൽ ഇടതുമുന്നണി ജയമുറപ്പിക്കുന്ന മണ്ഡലമാണ് ആറ്റിങ്ങൽ. പഴയ ചിറയൻകീഴ. പതിനഞ്ചിൽ 10 തവണയും ചെങ്കോട്ടയായ മണ്ഡലം. തുടർച്ചയായ 7 തിരഞ്ഞെടുപ്പുകളിലും CPIMന്റെ ചെങ്കൊടിയല്ലാതെ മറ്റൊന്നും പാറാത്ത മണ്ഡലം. വീണ്ടും ഒരു തിരഞ്ഞെടുപ്പെത്തുമ്പോൾ പാർട്ടിക്ക് മുന്നിൽ A സമ്പത്തല്ലാതെ മറ്റൊരു പേരില്ല. 3 തവണ പാർലമെന്റിൽ ശബ്ദമായ സമ്പത്തിനെ നാട്ടുകാർക്ക് പരിചയപ്പെടുത്തേണ്ടതുമില്ല. പാർലമെന്റിനകത്തും പുറത്തും ഒരു പോരാളിയായി നിലകൊണ്ടു. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വേളയിലും തെരഞ്ഞെടുപ്പ് പൂർത്തിയാവുന്നതുവരെ ഞാനൊരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ തന്നെയാണ് ജനങ്ങൾക്കൊപ്പം, ജനങ്ങളോടൊപ്പം, ജനങ്ങളുടെ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ആ വിധത്തിൽ മുന്നോട്ട് പോവുക. പക്ഷേ ആരെയും ഒറ്റയ്ക്കോടാൻ ഒരു കാലത്തും അനുവദിച്ചിട്ടില്ല ആറ്റിങ്ങലുകാർ. CPIM കുത്തക തകർത്ത വയലാർ രവിയുടെയും സുശീല ഗോപാലിനെ തോൽപ്പിച്ച തലേക്കുന്നിൽ ബഷീറിന്റെയും ഓർമ്മകളുണ്ട് ഇപ്പോഴും അവിടെയുള്ളവർക്ക്. കോന്നി MLA കൂടിയായ അടൂർ പ്രകാശിനെ തട്ടകം മാറ്റുന്നത് മണ്ഡലത്തിന്റെ ഈ അപ്രവചനീയത കണ്ടാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മാത്രമാണ് ഇത്ര വലിയ ഭൂരിപക്ഷം LDF സ്ഥാനാർത്ഥിക്ക് കിട്ടിയത്. ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു ആ ഭൂരിപക്ഷം മറികടന്നുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ UDF ഇവിടെ വിജയം കൈവരിക്കുവാൻ അവസരമുണ്ടാക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. BJPക്കുമുണ്ട് ആറ്റിങ്ങലിൽ കണ്ണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടുകൾ കണ്ട് രംഗത്തിറക്കിയത് മുതിർന്ന വനിതാ നേതാവിനെ തന്നെ. കക്ഷിക്കും ജാതിമത ചിന്തകൾക്കും അതീതമായിക്കൊണ്ട് സദ്ഭരണവും ഒപ്പം ഈശ്വരീയതയും ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടമായിരിക്കും അവിടെ ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിൽ നടക്കാൻ പോകുന്നത്. സമുദായ സമവാക്യങ്ങൾക്ക് ചെറുതല്ലാത്ത പങ്കുണ്ട് ആറ്റിങ്ങലിൽ. 4-ാം അംഗത്തിൽ സമ്പത്ത് വീണ്ടും ആറ്റിങ്ങലുകാരുടെ സമ്പത്താകുമോ എന്ന് കാത്തിരുന്നു കാണാം. ഇലക്ഷൻ ഡെസ്ക് 24.